തിരുവനന്തപുരം പാറശാല പൊഴിയൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നു. പാറശാല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം നടത്തിയ പൊഴിയൂർ സ്വദേശി ശശിധരനായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. AK സ്റ്റെഫിനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സ്റ്റെഫിൻ, അറിയുന്ന വിവരമനുസരിച്ച് കൊല്ലപ്പെട്ടയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഈ കൊന്നയാൾ ആരാണ്? ഈ ശശിധരൻ ആരാണ്? അത്തരത്തിൽ എന്തെങ്കിലും പശ്ചാത്തലമുള്ള ആളാണോ? ശശിധരനെ തിരച്ചിൽ കണ്ടെത്താനായിട്ടുണ്ടോ? അനശ്വര, അല്പം മുമ്പാണ് ഈ കൊലപാതകം ഉണ്ടായത്. ശശിധരനും അതോടൊപ്പം തന്നെ മനോജും അയൽക്കാരാണ്. ഈ മനോജിനെതിരെ നേരത്തെയും അടിപിടി കേസുകളിൽ അദ്ദേഹം പ്രതിയാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശിധരൻ അത്തരം പശ്ചാത്തലമുള്ളതായിട്ട് ഏതായാലും വിവരം ലഭിക്കുന്നുമില്ല. മനോജ് 40 വയസ്സുകാരനാണ്, ശശിധരൻ 45 വയസ്സുകാരനാണ്. ഇരുവരും തമ്മിൽ കുറെ അയൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കുറെ നാളുകളായി ആ തർക്കം ഇങ്ങനെ തുടർന്നു വരികയായിരുന്നു. ഇന്ന് രണ്ടുപേരും വീടിന് സമീപത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം തർക്കിക്കുകയും ആ തർക്കത്തിനൊടുവിൽ ശശിധരൻ കയ്യിലുണ്ടായിരുന്ന കൊടുവാള് കൊണ്ട് വെട്ടുകയായിരുന്നു, അല്ലെങ്കിൽ കത്തി കൊണ്ട് തലയ്ക്കും അതോടൊപ്പം തന്നെ കാലിനും വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരവും. തൽക്ഷണം തന്നെ ഈ മനോജ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ശശിധരൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ശശിധരനെ സംബന്ധിച്ചിടത്തോളം പോകാൻ സാധ്യതയുള്ള ബന്ധുക്കളുടെ വീട്, അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങൾ, അവിടെയെല്ലാം തന്നെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം മൊബൈൽ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണ് എന്ന തരത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. രണ്ടുപേരും തമ്മിൽ കുറെ അയൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പോലീസിന് വിവരമുണ്ട്. തരത്തിൽ ആൾക്കാരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആസൂത്രണത്തോടു കൂടിയുള്ള കൊലപാതകമല്ല, പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ശശിധരന്റെ പക്കൽ, അദ്ദേഹം തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പക്കൽ കത്തി ഉണ്ടായിരുന്നു. ആ കത്തി കൊണ്ടാണ് വെട്ടി കാലിലും അതോടൊപ്പം തന്നെ കഴുത്തിലും വെട്ടിയത്. മനോജിന്റെ മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഒപ്പം തന്നെ ശശിധരന് വേണ്ടിയുള്ള സമാന്തരമായ അന്വേഷണമാണ് നടത്തി വരുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ കുറെ യാത്ര ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ ഇടയില്ല എന്നുള്ളതാണ് പോലീസിന് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.